വെൽക്കം ടു പ്രീതീസ് മന്ന കിച്ചൻ. ഞാൻ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു കടലക്കറിയാണ്. ഇത് ഞാൻ കുറേ നാളുകൾക്ക് മുൻപ് ഞാൻ ചെയ്ത് വെച്ചിരുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ മസാല ചേർത്തുള്ള കടലക്കറിയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായിട്ട് നമ്മൾ കറുത്ത കടല തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. കറുത്ത കടല നമ്മൾ ഓൾ നൈറ്റ് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം കുക്കറിലിട്ട് ഒരു 4-5 വിസിൽ വരുന്നിടം വരെ അടിക്കുക. ഉപ്പ് ചേർത്തോ ഉപ്പ് ചേർക്കാതെയോ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഒരിക്കലും ഉപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കാറില്ല, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടില്ല. എന്നാൽ വീട്ടിൽ അമ്മയൊക്കെ ഉപ്പ് ചേർത്താണ് കടല വേവിക്കുക. നിങ്ങൾക്ക് ഇത് രണ്ടിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. 1 കപ്പ് കടല ഹോൾ നൈറ്റ് കുതിർത്തതാണ്. കുക്കറിൽ 5 വിസിലടുപ്പിച്ച് ഞാൻ വെച്ചിരിക്കുന്ന കടലയാണിത്. നന്നായിട്ട് വെന്താണ് ഇരിക്കുന്നത്. വെന്തിരിക്കുന്ന അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പ് ചേർക്കുക. ഇനി നമ്മൾ മസാല തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. ഒരു പാൻ എടുക്കുക. ആ പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കുക. അങ്ങനെ ചൂടായിരിക്കുന്ന പാനിലേക്ക് എണ്ണ ചൂടായിട്ട് കഴിയുമ്പോഴേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ കടുകും 2-3 അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ലേശം 2-3 കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ 2-3 കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് മൂപ്പിക്കുക. എന്നിട്ട് അതിൽ നിന്നും പകുതി എണ്ണ നമ്മൾ ഈ ഉള്ളിയെല്ലാം കൂട്ടി നമ്മൾ മാറ്റി വയ്ക്കണം. അതാണ് നമ്മൾ ഫൈനൽ താളിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ഇനി നമ്മൾ നമ്മുടെ പാനിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്തിട്ട് മൂപ്പിക്കുക. 1 കുടം വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ സവോള നന്നായിട്ട് കനം കുറച്ച് സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റുക. ആ കൂട്ടത്തിൽ അല്പം ഉപ്പ് ചേർക്കാം. ഓൾറെഡി നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിനേ ചേർക്കാവുള്ളൂ. പിന്നെ ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഞാൻ ഈ തയ്യാറാക്കുന്ന കറിക്കകത്ത് എണ്ണ വളരെ കുറച്ചാണ് ചേർത്തിരിക്കുന്നത്. കൂടുതൽ ടേസ്റ്റ് കിട്ടാനായിട്ട് കൂടുതൽ എണ്ണ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. അപ്പം ഇത് നന്നായിട്ട് വഴറ്റുക. സവോളയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഇവിടെ വഴന്ന് റെഡിയായി വരുമ്പോഴേക്ക് ഒരു 2 പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മല്ലിപ്പൊടികളും മസാലകളും എല്ലാം ചേർക്കാം. അതിലേക്ക് മഞ്ഞൾപ്പൊടി നമുക്ക് 1/2 ടീസ്പൂൺ വേണം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇത് ഞാൻ തന്നെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാലയാണ്, അത് കാരണം അതിന് പെരിഞ്ജീരകമാണ് കൂടുതലുള്ളത് കേട്ടോ. മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, പിന്നെ നമ്മുടെ മുളക് പൊടി 1 ടേബിൾ സ്പൂണും പിന്നെ 1 ടീസ്പൂണും കൂടെ അത്രയും ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്കത് മാറ്റിയെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മസാല മൂപ്പിച്ചെടുക്കണം. ശരിക്കും പറഞ്ഞാൽ എണ്ണ കുറവായതുകൊണ്ട് ഒരു ഡ്രൈ റോസ്റ്റ് പോലെയാണ് ഇതിൻ്റെ മസാല ഇപ്പോൾ ഞാൻ മൂപ്പിച്ചിരിക്കുന്നത്. മസാല ഇപ്പോൾ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല ചേർത്ത് ഇളക്കുക. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അതായത് കടലയ്ക്ക് നകൊക്കെ വെള്ളമാകത്തക്ക രീതിയിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഈ കടല വെന്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് 1-2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 1 ഗ്രാമ്പു ഒക്കെ ചേർത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് കൂട്ടാവുന്നതുമാണ്. ചാറ് ഒരുപാട് നീട്ടിയ ചാറ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചതിന് ശേഷം അത് കുറച്ച് സമയം ഇരുന്നൊന്ന് കുറുകി വറ്റണം, എന്നാലേ കടലക്കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. കടലയിലേക്ക് നമ്മുടെ മസാലയും ഉപ്പും എല്ലാം ടേസ്റ്റി ആയിട്ട് നന്നായിട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് നമ്മുടെ കടലക്കറിക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഒരു 10-12 മിനിറ്റായി കടലക്കറീനെ ഇങ്ങനെ മൂടി വെച്ചിട്ട്. ഇപ്പോൾ പാകത്തിന് വെള്ളവും വറ്റി ഇരിപ്പുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു, കടലയ്ക്ക് നകൊക്കെ വെള്ളമായി. അത്യാവശ്യം പുട്ട് കഴിക്കാനുള്ള ചാറുമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു കപ്പയ്ക്ക് കഴിക്കാനാണെങ്കിലും ഇത് മതി. അപ്പോൾ നമ്മുടെ കടലക്കറി റെഡിയായി. ഇനി തന്നെ നമുക്ക് ഫൈനലി ചേർക്കാനുള്ള കടുക് താളിച്ചത്. നമ്മൾ ഓൾറെഡി കടുക് താളിച്ച് വെച്ചിട്ടുണ്ട്. കടുക് താളിച്ച് വെക്കുമ്പോൾ ഉണ്ടല്ലോ അതൊന്ന് മൂടി വെച്ചേക്കണേ. തീ നന്നായിട്ടൊന്ന് കൂട്ടി കൊടുത്തിട്ട് ഈ കടുക് താളിച്ച് നമുക്കിതിലേക്ക് ചേർക്കാം. ഈ കടുക് താളിച്ച് ചേർക്കുന്നതിന് എക്സ്ട്രാ ടേസ്റ്റാണ്. കടുക് ചേർത്ത് കഴിഞ്ഞും ഒന്ന് ഇളക്കുക. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളച്ചല്ലോ. നമ്മുടെ കടലക്കറി റെഡി. തീ ഓഫ് ചെയ്തു. സ്വാദിഷ്ടമായ മസാല കടലക്കറി നമ്മുടേത് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കി നോക്കണം. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നേരത്തെ ഞാൻ ചെയ്തു വെച്ചിരുന്നൊരു വീഡിയോ ആയിരുന്നത് കൊണ്ട് തന്നെ 2ആയിട്ടല്ല പിടിച്ചിരിക്കുന്നത്. ഞാൻ ഇതുവരെ പുട്ടിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ അളവും കൂടി ഞാനൊന്ന് പറഞ്ഞേക്കാം. പുട്ടിൻ്റെ പൊടി ഞാൻ തന്നെ ഇവിടെ പൊടിച്ചുണ്ടാക്കിയ പുട്ടിൻ്റെ പൊടിയാണ്. അത് 1 കപ്പ് പൊടിക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കണം. പിന്നെ ഞാൻ അതിലേക്ക് ചേർത്തിരിക്കുന്ന വെള്ളം എന്ന് പറയുന്ന ഒരു 95 ml വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. പുട്ടിൻ്റെ പൊടിക്ക് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത്, അപ്പോൾ ഈ പുട്ടിൻ്റെ പൊടിയെക്കുറിച്ച് പറയുമ്പോൾ എനിക്കൊരല്പം കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വറക്കുന്ന പൊടി, പുട്ടിൻ്റെ പൊടി അധികം മൂപ്പിച്ച് വറക്കാറില്ല. ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിടുകയാണ് പതിവ്. അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ നമ്മൾ കടയിൽ നിന്ന് പുട്ടുപൊടി മേടിക്കുമ്പോൾ നന്നായിട്ട് മൂപ്പിച്ച വറുത്ത പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇച്ചിരി വ്യത്യാസം വരാം കേട്ടോ.
നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. ഇത് പുട്ടിൻ്റെ പൊടി നിങ്ങൾക്ക് കുഴയ്ക്കാനായിട്ട് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പതുക്കെ പതുക്കെ കുഴയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഒറ്റയടിക്ക് മുഴുവൻ വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കട്ട വരുമല്ലോ, ആ കട്ട നിങ്ങൾക്ക് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ആ പൊടീനെ നമ്മളൊന്നെടുത്ത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇടുക. ഒറ്റ പ്രാവശ്യം കറക്കാവുള്ളൂ. നന്നായിട്ട് നല്ല പൊടിയായിട്ട് നിങ്ങൾക്ക് പുട്ടുപൊടി കിട്ടുന്നതായിരിക്കും. ഇൻ കേസിന് നിങ്ങൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ ഒഴിച്ച് വെള്ളം കൂടിപ്പോയി കട്ട കൂടി, അതായത് വെള്ളം കൂടി കഴിയുമ്പോൾ അതിലേക്ക് ഒത്തിരി കട്ടയുണ്ടാവും. അപ്പോൾ അങ്ങനെ കട്ട കൂടിപ്പോയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയിച്ചാൽ മിക്സിയുടെ ജാറിലേക്ക് നിങ്ങളുടെ എത്രയുണ്ടോ കുറേശ്ശെ മാത്രമേ ഇടാവുള്ളൂ. പൊടിക്കുന്ന ജാർ തന്നെ അന്നേരം എടുക്കണം. കുറച്ച് പൊടിയെടുക്കുക. ഇപ്പോൾ 1 കപ്പ് പൊടിയാണെങ്കിൽ നിങ്ങൾ ആ പകുതി പൊടിയെടുത്തതിന് ശേഷം അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വറുത്ത പൊടി ഇടുക. 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം ഒന്ന് മിക്സി കറക്കുക. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള പൊടിയായിട്ടുള്ള പുട്ടുപൊടി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഒരു ടിപ്പും കൂടെ കിട്ടിയല്ലോ. അതുകൊണ്ട് പുട്ടുണ്ടാക്കുന്ന ഒട്ടും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമേ അല്ല. നല്ല സോഫ്റ്റായിട്ടുള്ള പുട്ട് കിട്ടണം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇച്ചിരി കട്ടയൊക്കെ ഈ പുട്ടിനകത്ത് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതായത് ചെമ്പാ പുട്ടുപൊടിയൊക്കെ ഉണ്ടാക്കുമ്പം അങ്ങനെ ചെമ്പാ പുട്ടുപൊടി കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ നാടൻ അരിയുടെ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ കിടക്കുന്ന ആ കട്ടയ്ക്ക് ഭയങ്കര സ്വാദും നല്ലൊരു മണമൊക്കെയാണ്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അത് മിക്സിയിലടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് കട്ട ഇഷ്ടമില്ലെങ്കിൽ മാത്രം മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല ആവി പറക്കുന്ന ചൂട് നാടൻ പുട്ടും നാടൻ കടല മസാലക്കറിയും കൂട്ടത്തിലൊരു കട്ടൻ ചായയും കൂടെ കിട്ടിയാൽ അടിപൊളിയായി. കൂട്ടത്തിൽ 2 പഴം കൂടെ കഴിക്കുന്നവർക്കാണെങ്കിൽ സൂപ്പറായി. അപ്പോൾ ഈ 1 കപ്പ് പൊടിക്ക് നമ്മൾ 1.5 കുറ്റി, അതുപോലെ ഇത്രയും വലുപ്പമുള്ള ഒരു കുറ്റിയും ഇതിൻ്റെ നേർപകുതി, അങ്ങനെ 1.5 കുറ്റി പുട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഞാൻ തന്നെ പൊടിച്ച് വറുത്തെടുത്ത പൊടി കൊണ്ടാണ് ഞാൻ പുട്ടുണ്ടാക്കിയത്. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. അരി ഞാൻ കടയിൽ പൊടിപ്പിക്കാറില്ല. നമ്മുടെ തന്നെ നെല്ല് കുത്തിയ പച്ചരി കൊണ്ട് അരി വെള്ളത്തിൽ 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അത് വാരി വെച്ച് അതിൻ്റെ വെള്ളം കളഞ്ഞ് മിക്സിയിലിട്ട് പൊടിക്കും. നമുക്കൊരു 10-15 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 2 കിലോ അരി നമുക്ക് പൊടിച്ച് എടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് തന്നെ ഇത് പൊടിഞ്ഞ് കിട്ടും. ഇച്ചിരി ഏറെ നേരം നമ്മൾ ആ മിക്സിയിലിട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ പുട്ടിനുള്ള പൊടിക്കുകയാണെങ്കിൽ അത് തെള്ളേണ്ട ആവശ്യം പോലും ഇല്ല. അരിച്ചെടുത്ത് നമ്മൾ തെള്ളിയെടുക്കുമ്പോൾ അധികം തരിയൊന്നും കിട്ടാറുമില്ല. ഞാനിവിടെ സ്ഥിരം ചെയ്യുന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. മിക്സി ഉള്ളവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ശരീരം അനങ്ങാതെ കഷ്ടപ്പാടില്ലാതെ നമുക്ക് പുട്ടുപൊടി വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കാത്തവർ നിങ്ങൾ പുട്ടുപൊടി വീട്ടിൽ തയ്യാറാക്കിയെടുക്കണം. പുട്ടുപൊടിയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പുട്ടിൻ്റെ പൊടിക്ക് മൂപ്പ് കൂടിപ്പോയി എന്നോർത്തുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അതിനാവശ്യത്തിന് വെള്ളം ചേർത്ത് നനച്ചാൽ മതി. ഞാൻ പറഞ്ഞല്ലോ, പുട്ടിന് നിങ്ങൾ ഏറെ വെള്ളം ഒഴിച്ച് നനച്ചോ അതിനൊരു കുഴപ്പമില്ല. പിന്നീട് മിക്സിയുടെ ജാറിലേക്ക് ആ പൊടി ഇടുക. അതിലേക്ക് കുറേശ്ശെ വറുത്ത പൊടി ഇട്ട് കൊടുത്തതിന് പാകത്തിനാക്കി എടുത്താൽ മതി. ഒട്ടും ടെൻഷൻ വേണ്ട. പുട്ടുണ്ടാക്കുക എന്നുള്ളതൊരു സംഭവമേ അല്ല. വളരെ നിസ്സാരമായിട്ട് നമുക്ക് പാകത്തിന് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പുട്ട്. ഇനി നിങ്ങൾ ഗോതമ്പ് പുട്ട് തയ്യാറാക്കുമ്പോൾ കട്ട കൂടി പോകുന്ന പ്രശ്നമുണ്ടല്ലോ, ഈ സെയിം മെത്തേഡ് നിങ്ങൾ സ്വീകരിച്ചാൽ മതി. അല്പം പൊടിയിട്ട് മിക്സിയിൽ ഒറ്റ കറക്കേ കറക്കാവുള്ളൂ. അതിൽ കൂടുതൽ കറക്കി കഴിഞ്ഞാൽ അത് വീണ്ടും കട്ട കൂടും. അതുകൊണ്ട് ഒന്ന് കറക്കിയതിന് ശേഷം ഇളക്കി നോക്കുക. ഇളക്കിയിട്ട് കട്ടയുണ്ടെങ്കിൽ മാത്രം ചെറുതായിട്ടൊന്ന് കറക്കുക. ഒരുപാട് നേരം കറക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വീണ്ടും ആ സെയിം എഫക്റ്റ് തന്നെ ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അതുപോലെ പുട്ടൊക്കെ എപ്പോഴും ചൂടോടെ കഴിക്കണം. തണുത്ത് കഴിക്കേണ്ട ഒരു ആഹാരമേ അല്ല പുട്ട്. പുട്ട് കുറ്റിയിൽ നിന്ന് ശരിക്കും അത് പ്ലേറ്റിലേക്ക് വേണം കുത്തിയിട്ട് അന്നേരം തന്നെ കഴിക്കണം. ഇനി ഇൻ കേസ് നിങ്ങൾ ഉണ്ടാക്കിപ്പോയ പുട്ട് കൂടിപ്പോയി, അങ്ങനെ മിച്ചമുള്ള പുട്ടിനെ തണുത്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. പിറ്റേ ദിവസം നിങ്ങൾക്ക് എപ്പോഴാണ് പിന്നീട് കഴിക്കാൻ തോന്നുന്നത് ആ സമയത്ത് എടുത്ത് അതിനെ പൊടിച്ചിടുക. പൊടിച്ചിട്ടിട്ട് ഒരല്പം വെള്ളം ഒഴിച്ച് നനയ്ക്കുക. 1 മിനിറ്റ് മൈക്രോവേവിൽ വെച്ച് കഴിഞ്ഞാൽ ആ പുട്ട് നമ്മൾ ആദ്യമേ ഉണ്ടാക്കിയെടുത്ത പുട്ട് പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ടും നല്ല ഒന്നാന്തരം പുട്ട് കിട്ടും. മൈക്രോവേവ് ഇല്ലാത്തവർക്ക് വീണ്ടും കുറ്റിയിലേക്ക് ആ പൊടിയിട്ട് ആവിയിൽ പുഴുങ്ങിയെടുത്താൽ മതി. അപ്പോൾ ഉണക്കപ്പുട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. നല്ല നനവുള്ള നല്ല പുട്ട് നമുക്ക് അങ്ങനെ ചെയ്താൽ കഴിക്കാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് പ്രീതിസ് മന്ന കിച്ചൻ.